വെൽക്കം ടു ഫാം ടി ക്യാപ്സ്യൂൾ നോട്ട്സ്. എൻ്റെ പേര് ആമിന കബീർ. പ്രീവിയസ് സെഷനിൽ നമ്മൾ തലാമസിനെ പറ്റിയാണ് പഠിച്ചത്. സോ തലാമസിൻ്റെ സ്ലൈഡ്സിൽ നമ്മൾ പറഞ്ഞു ഡൈ എൻസെഫലൻ റീജിയനെ 80% കവർ ചെയ്യുന്നത് തലാമസ് ആണെന്ന്. സോ ആ ഒരു റീജിയനിൽ വരുന്ന മറ്റ് സ്ട്രക്ചേഴ്സ് ആണ് ഹൈപ്പോതലാമസ്, എപ്പിതലാമസ് ആൻഡ് സബ് തലാമസ്. സോ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഹൈപ്പോതലാമസ് ആണ്. ആൻഡ് ഇന്ന് നമ്മൾ ഹൈപ്പോതലാമസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൈപ്പോതലാമസ് നമ്മുടെ ബ്രെയിനിന്റെ താഴെയുള്ള ഒരു ചെറിയ പോർഷനാണ്. എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലാമസിന്റെ താഴെയായിട്ടാണ് ഈ ഒരു പോർഷൻ ഓഫ് ബ്രെയിൻ വരുന്നത്. സോ തലാമസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു തേർഡ് വെൻട്രിക്കിളിന്റെ രണ്ട് സൈഡിലായിട്ടാണ് നമ്മുടെ തലാമിക് സ്ട്രക്ചേഴ്സിനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. സോ ഈ തേർഡ് വെൻട്രിക്കിളിന്റെ താഴ്ഭാഗം ഫോം ചെയ്യുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ഒരു ഗ്രേ മാറ്റർ ഷീറ്റ് ആണ്. അപ്രോക്സിമേറ്റ്ലി 4 ഗ്രാം വെയിറ്റ് മാത്രമേ ഇതിനുള്ളൂ. ഹൈപ്പോതലാമസ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഫണൽ ഷേപ്പ് സ്ട്രക്ചർ വെച്ചിട്ടാണ്. ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ പറയുന്നത് ഇൻഫണ്ടിബുലം എന്നാണ്. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ മാസ്റ്റർ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം അവർ ഒരുപാട് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2 ലോബ്സ് പ്രസന്റ് ആണ്. ഒന്ന് ആന്റീരിയർ ലോബ് അല്ലെങ്കിൽ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയും. പിന്നൊന്ന് പോസ്റ്റീരിയർ ലോബ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. നമ്മുടെ ഹൈപ്പോതലാമസ് എൻഡോക്രൈൻ സിസ്റ്റവും നെർവസ് സിസ്റ്റവും തമ്മിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കണക്ഷൻ ആണ്. 2 മേജർ ഫങ്ഷൻസ് ആണ് അവർക്കുള്ളത്, അല്ലെങ്കിൽ 2 H എന്ന് ഓർത്ത് വയ്ക്കുക. ഒന്ന് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഹോമിയോസ്റ്റാസിസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡീനെ ഒരു ഹെൽത്തി ബാലൻസ് സ്റ്റേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ്. പിന്നൊന്ന് ഹോർമോൺ റിലീസ്. ഹൈപ്പോതലാമസിന്റെ ഒരു മേജർ ഫങ്ഷൻ ഹോർമോൺ റിലീസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹൈപ്പോതലാമസിന് റിലീസിങ് ഹോർമോൺസും പ്രസന്റ് ആണ്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും പ്രസന്റ് ആണ്. നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്നുള്ള ഹോർമോൺ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഹൈപ്പോതലാമസിൽ നിന്നുള്ള റിലീസിങ് ഹോർമോൺസും സപ്രസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസിൽ നിന്നുള്ള ഇൻഹിബിറ്റിംഗ് ഹോർമോൺസുമാണ്. ആന്റീരിയർ പിറ്റ്യൂട്ടറി 7 ഡിഫറെന്റ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത് 5 ഡിഫറെന്റ് ആന്റീരിയർ പിറ്റ്യൂട്ടറി സെൽസ് ആണ്. ഇനി നമുക്ക് ഈ ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ ആണ്, അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ എന്നാണ് പറയുന്നത്. ഈ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ സൊമാറ്റോട്രോപ്സ് എന്ന് പറയുന്ന ആന്റീരിയർ പിറ്റ്യൂട്ടറി സെൽസ് ആണ്. ആൻഡ് ഈ ഒരു ഹോർമോൺ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്നുള്ള ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ ആണ്. സപ്രസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസിൽ നിന്നുള്ള ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ്. ഇനി ഈ ഒരു ഹോർമോണിന്റെ ആക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ ലിവറിനെയും മറ്റ് ടിഷ്യൂസിനെയും സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സിനെ സിന്തസൈസ് ചെയ്യുകയും സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് പിന്നെ നമ്മുടെ ബോഡി സെൽസിന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുകയും ടിഷ്യൂ റിപ്പയർ, പ്രോട്ടീൻ സിന്തസിസ് പോലുള്ള പ്രോസസ്സിന് സഹായിക്കുകയുമാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഹോർമോൺ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. ഇത് സെക്രീറ്റ് ചെയ്യുന്നത് തൈറോട്രോപ്സ് എന്ന് പറയുന്ന ആന്റീരിയർ പിറ്റ്യൂട്ടറി സെൽസ് ആണ്. ഈ ഒരു ഹോർമോൺ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്നുള്ള തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ആണ്. ഇവിടെ തൈറോട്രോപ്പിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഇല്ല, പകരം ഈ ഒരു ഹോർമോൺ റിലീസിനെ സപ്രസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസിൽ നിന്നുള്ള ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ്. സോ ഈ ഒരു ഹോർമോൺ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് തൈറോയ്ഡ് ഹോർമോൺസിന്റെ സിന്തസിസിനും പ്രൊഡക്ഷനുമാണ് സഹായിക്കുന്നത്. സോ തൈറോയ്ഡ് ഹോർമോൺസ് ഏതൊക്കെയാണ്? T3 T4. T3 ആണ് ട്രൈ അയഡോ തൈറോണിൻ, T4 ആണ് തൈറോക്സിൻ. ഇനി അടുത്ത 2 ഹോർമോൺസും, അതായത് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ല്യൂട്ടിനൈസിംഗ് ഹോർമോണും, ഈ 2 ഹോർമോൺസിനെയും സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗൊണാഡോട്രോപ്സ് എന്ന് പറയുന്ന ആന്റീരിയർ പിറ്റ്യൂട്ടറി സെൽസ് ആണ്. ആൻഡ് ഈ ഒരു ഹോർമോൺ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഹൈപ്പോതലാമസിൽ നിന്നുള്ള ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ആണ്. ഇവിടെ ഗൊണാഡോട്രോപ്പിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഇല്ല. ആൻഡ് ഇവരുടെ ആക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് നമ്മുടെ ഒവേറിയൻ ഫോളിക്കൽസിന്റെ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതും ഈ ഫോളിക്കുലർ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈസ്ട്രജൻ അതായത് ഫീമെയിൽ സെക്സ് ഹോർമോൺ ആയ ഈസ്ട്രജനെ
ഈസ്ട്രജൻ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. പിന്നെ മെയിൽസിൽ അവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ടെസ്റ്റിസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് സ്പേം പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ലൂട്ടിനൈസിങ് ഹോർമോൺ ആണ് നമ്മുടെ ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ആയ ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും സെക്രീഷൻ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൂടാതെ അവർ ഓവുലേഷൻ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നു ആൻഡ് ഓൾസോ ഫോർമേഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ മെച്യൂർ ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ആയി എഗ് റിലീസ് ചെയ്യുമ്പോൾ ഈ ഗ്രാഫിൻ ഫോളിക്കിൾ ഡീജനറേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ഈ കോർപ്പസ് ലൂട്ടിയം. ഓക്കെ, സോ ഈ കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫോർമേഷനും നമ്മുടെ ലൂട്ടിനൈസിങ് ഹോർമോൺ സഹായിക്കുന്നു. അടുത്തത് പ്രൊലാക്റ്റിൻ ആണ്. ഈ പ്രൊലാക്റ്റിനെ സെക്രീറ്റ് ചെയ്യുന്നത് ലാക്ടോട്രോപ്സ് എന്ന് പറയുന്ന ആന്റീരിയർ പിറ്റ്യൂട്ടറി സെൽസ് ആണ്. പ്രൊലാക്റ്റിൻ റിലീസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്നുള്ള പ്രൊലാക്റ്റിൻ റിലീസിംഗ് ഹോർമോൺ ആണ്. സപ്രസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസിൽ നിന്നുള്ള പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ്, വിച്ച് ഈസ് ഡോപ്പമിൻ. ദെൻ അടുത്ത രണ്ട് ഹോർമോൺസ്, അതായത് അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോണും മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും, ഈ രണ്ട് ഹോർമോൺസിനെയും സെക്രീറ്റ് ചെയ്യുന്നത് കോർട്ടിക്കോട്രോപ്സ് എന്ന് പറയുന്ന ആന്റീരിയർ പിറ്റ്യൂട്ടറി സെൽസ് ആണ്. ആൻഡ് ഈ ഹോർമോൺ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്നുള്ള കോർട്ടിക്കോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ആണ്. പിന്നെ ഇവിടെ കോർട്ടിക്കോട്രോപ്പിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഇല്ല. മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ സപ്രസ് ചെയ്യുന്നത് ഡോപ്പമിൻ എന്ന ഹോർമോൺ ആണ്. ദെൻ അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ ആണ് നമ്മുടെ അഡ്രീനൽ കോർട്ടെക്സ്, അതായത് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡിന്റെ ഔട്ടർ പോർഷൻ ആണ്. ഈ ഒരു കോർട്ടെക്സ് ഏരിയയിൽ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്, മെയിൻലി കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ ആണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ എക്സാക്ട് റോള് അൺനോൺ ആണ്, പക്ഷേ അവർ ബ്രെയിൻ ആക്ടിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ മെലാനോസൈറ്റ് എക്സസ് ആയിട്ട് ഉണ്ടെങ്കിൽ അത് സ്കിൻ ഡാർക്കനിങ് കോസ് ചെയ്യും. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആണ്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി രണ്ട് ഹോർമോൺസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഒന്ന് ഓക്സിറ്റോസിനും മറ്റൊന്ന് വാസോപ്രസിനും. അതിൽ ഓക്സിറ്റോസിന് രണ്ട് മേജർ റോൾസ് ആണുള്ളത്. ഒന്ന് അവർ നമ്മുടെ ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ പ്രസവ സമയത്ത് യൂട്രസ് കോൺട്രാക്ഷന് സഹായിക്കുന്നു. മറ്റൊന്ന് മാമറി ഗ്ലാൻഡ്സ് എന്നുള്ള മിൽക്ക് ഇജക്ഷൻ ആണ്. സോ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം, ഓക്സിറ്റോസിൻ ആണ് നമ്മുടെ മാമറി ഗ്ലാൻഡ്സ് എന്നുള്ള മിൽക്ക് ഇജക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. പ്രൊലാക്റ്റിൻ ആണ് നമ്മുടെ മാമറി ഗ്ലാൻഡ്സ് എന്നുള്ള മിൽക്ക് പ്രൊഡക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഹോർമോൺ ആണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ആന്റി ഡയററ്റിക് ഹോർമോൺ. ആന്റി ഡയററ്റിക് ഹോർമോൺ നമ്മുടെ ഡീഹൈഡ്രേഷൻ പോലുള്ള സിറ്റുവേഷനിൽ വാട്ടർ ലോസിനെ കുറയ്ക്കും. അതെങ്ങനെ അവർ കുറയ്ക്കുന്നു വെച്ചാൽ അവർ യൂറിൻ വോളിയം കുറയ്ക്കും. ആൻഡ് അതുകൂടാതെ പെർസ്പിറേഷൻ അല്ലെങ്കിൽ സ്വെറ്റിംഗ് വഴിയുള്ള വാട്ടർ ലോസും കുറയ്ക്കും. പിന്നെ അവരുടെ മറ്റൊരു റോളാണ് BP കൂട്ടാൻ സഹായിക്കും ബൈ കൺസ്ട്രക്റ്റിംഗ് ആർട്ടീരിയോൾസ്. സോ ഇത്രയാണ് നമ്മുടെ ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ്. സോ നേരത്തെ നമ്മൾ പറഞ്ഞ ഹോർമോൺസിന്റെ ഫങ്ഷൻസ് ആണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഫങ്ഷൻസ് ഞാൻ ആ ഹോർമോൺസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ തന്നെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ ഹൈപ്പോതലാമസിന്റെ സ്ട്രക്ചറിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഹൈപ്പോതലാമസിന് 4 മേജർ റീജിയൻസ് ആണുള്ളത്. ഓരോ റീജിയൻസിലും ഡിഫറെന്റ് ന്യൂക്ലിയസ് പ്രസന്റ് ആണ് ആൻഡ് ഓരോ ന്യൂക്ലിയസിനും ഫങ്ഷൻസും ഉണ്ട്. സോ ആദ്യം വരുന്നത് മാമിലറി റീജിയൻ ആണ്. മാമിലറി റീജിയൻ നമ്മുടെ ഹൈപ്പോതലാമസിന്റെ ബാക്കിലത്തെ പോർഷൻ അല്ലെങ്കിൽ പോസ്റ്റീരിയർ പോർഷൻ ആണ് ഫോം ചെയ്യുന്നത്. ഇവിടെ 2 ന്യൂക്ലിയസ് ആണുള്ളത്. ഒന്ന് പോസ്റ്റീരിയർ ഹൈപ്പോതലാമിക് ന്യൂക്ലിയസ്, മറ്റൊന്ന് മാമിലറി ബോഡി. പോസ്റ്റീരിയർ ഹൈപ്പോതലാമിക് ന്യൂക്ലിയസ് ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ബോഡി ഒരു ഹൈപ്പോതെർമിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോർമലിനേക്കാളും താഴെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ന്യൂക്ലിയസ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ സഹായിക്കുന്നു. സോ അവരെങ്ങനെ റൈസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ഷിവറിങ് കോസ് ചെയ്യും. സോ ഷിവറിങ്ങിൽ എന്താ സംഭവിക്കുക, നമ്മുടെ സ്കെലറ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുകയും അങ്ങനെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റൈസ് ആവും. സോ ഈ ഒരു ന്യൂക്ലിയസിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ഹൈപ്പോതെർമിയ. സോ അടുത്തത് മാമിലറി ബോഡി. സോ മാമിലറി ബോഡിക്ക് നമ്മുടെ ബ്രെയിനിലെ ഹിപ്പോക്യാമ്പസ് റീജിയനിലാണ് നമ്മുടെ മെമ്മറീസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്.
സോ ഈ ഒരു റീജിയനുമായിട്ട് കണക്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാമിലറി ബോഡിയുടെ ഫംഗ്ഷനും മെമ്മറി റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. സോ അടുത്ത റീജിയൻ ആണ് ട്യൂബറൽ റീജിയൻ. നമ്മുടെ ഹൈപ്പോതലാമസിന്റെ ഒരു വൈഡസ്റ്റ് റീജിയൻ ആണ് ഈ ട്യൂബറൽ റീജിയൻ. ഇവിടെ 3 ന്യൂക്ലിയസ് ആണുള്ളത്. ഒന്ന് ഡോർസോമീഡിയൽ, രണ്ടാമത്തേത് വെൻട്രോമീഡിയൽ, മൂന്നാമത്തേത് ആർക്വേറ്റ് ന്യൂക്ലിയസ്. അതിൽ ആർക്വേറ്റ് ന്യൂക്ലിയസ് ആണ് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഹോർമോണിനെ റിലീസ് ചെയ്യുന്നത്. സോ അത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അവിടെ നിന്ന് ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. വെൻട്രോമീഡിയൽ ആണ് നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് കൺട്രോൾ ചെയ്യുന്നതും അതുകൂടാതെ നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞു എന്നൊരു ഫീല് തരുന്നതും ഈ ഒരു ന്യൂക്ലിയസ് ആണ്. ഡോർസോമീഡിയൽ ന്യൂക്ലിയസ് ആണ് നമ്മുടെ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്യുന്നതും പിന്നെ നമ്മുടെ ബിഹേവിയർ ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നതും ഈ ഒരു ന്യൂക്ലിയസ് ആണ്. മൂന്നാമത്തെ റീജിയൻ ആണ് സുപ്രാ ഒപ്റ്റിക് റീജിയൻ. ഇവിടെ 4 ന്യൂക്ലിയസ് ആണുള്ളത്. സോ ഈ ഒരു റീജിയൻ പ്രസന്റ് ആയിരിക്കുന്നത് നമ്മുടെ ഒപ്റ്റിക് കയാസം എന്ന പോയിന്റിലാണ്. ഈ ഒപ്റ്റിക് കയാസം എന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ ഒപ്റ്റിക് നെർവ്സ് ക്രോസ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിലെ 2 വശത്തോട്ടായിട്ട് പോകുന്നത്. സോ ഈ ഒരു പോർഷന് മുകളിലായിട്ടാണ് നമ്മുടെ സുപ്രാ ഒപ്റ്റിക് റീജിയൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സുപ്രാ ഒപ്റ്റിക് റീജിയനിൽ 4 ന്യൂക്ലിയസ് ഉണ്ട്. ഒന്ന് പാരാവെൻട്രിക്കുലാർ, then anterior hypothalamic nucleus, then suprachiasmatic and supraoptic. അതിൽ പാരാവെൻട്രിക്കുലാറും സുപ്രാ ഒപ്റ്റിക് ന്യൂക്ലിയസുമാണ് നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആയ ഓക്സിറ്റോസിന്റെയും വാസോപ്രസിന്റെയും സോഴ്സ് എന്ന് പറയുന്നത്. ദെൻ ആന്റീരിയർ ഹൈപ്പോതലാമിക് ന്യൂക്ലിയസ് ആണ് നമ്മുടെ ബോഡി കൂളിങ്ങിന് സഹായിക്കുന്നത്. സുപ്രാകയസ്മാറ്റിക് ന്യൂക്ലിയസ് ആണ് നമ്മുടെ സർക്കാഡിയൻ റിതം എന്ന് വെച്ചാൽ എന്താ, സ്ലീപ്പ് വേക്ക് സൈക്കിൾ ഒക്കെ മാനേജ് ചെയ്യുന്നത് സുപ്രാകയസ്മാറ്റിക് ന്യൂക്ലിയസ് ആണ്. സോ നമ്മുടെ സുപ്രാ ഒപ്റ്റിക് റീജിയന്റെ ആന്റീരിയർ ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ടിലായിട്ട് ഒരു റീജിയനും കൂടെ ഉണ്ട്. അതാണ് പ്രീ ഒപ്റ്റിക് റീജിയൻ. ഇവിടെ 2 ന്യൂക്ലിയസ് ആണുള്ളത്. ഒന്ന് ലാറ്ററൽ പ്രീ ഒപ്റ്റിക് ന്യൂക്ലിയസ്, ദെൻ മീഡിയൽ പ്രീ ഒപ്റ്റിക് ന്യൂക്ലിയസ്. സോ ഈ പ്രീ ഒപ്റ്റിക് ന്യൂക്ലിയസ് ഹൈപ്പോതലാമസുമായിട്ട് ചേർന്നിട്ട് ഓട്ടോണോമിക് ആക്ടിവിറ്റീസ് ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ലൈക്ക് നമ്മുടെ കാർഡിയോ വാസ്കുലർ ഫങ്ഷൻസ് ഒക്കെ അവർ റെഗുലേറ്റ് ചെയ്യുന്നു. അതുകൂടാതെ നമ്മുടെ ഗൊണാഡോട്രോപിക് ഹോർമോൺസും ഇവർ റിലീസ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ റീജിയൻസിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ സ്ലൈഡ്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഹൈപ്പോതലാമസിന്റെ ഫങ്ഷൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സോ ആദ്യത്തെ ഫംഗ്ഷൻ, ഹൈപ്പോതലാമസ് നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലൂടെ അവർ നമ്മുടെ വിസറൽ ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മുടെ ഹാർട്ട് റേറ്റ് റെഗുലേറ്റ് ചെയ്യുന്നു, നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലൂടെയുള്ള ഫുഡ് മൂവ്മെൻറ്റ്, യൂറിനറി ബ്ലാഡർ കോൺട്രാക്ഷൻ. സോ ഈ ആക്ടിവിറ്റീസ് ഒക്കെയാണ് അവർ റെഗുലേറ്റ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഫംഗ്ഷൻ ഹോർമോൺ പ്രൊഡക്ഷൻ ആണ്. സോ ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഹൈപ്പോതലാമസിൽ 3 സെൻറ്റേഴ്സ് പ്രസൻ്റ് ആണ്. ഒന്ന് ഫീഡിംഗ് സെൻറ്റർ ആണ് നമ്മുടെ ഫുഡ് ഇൻടേക്ക് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സറ്റൈറ്റി സെൻറ്റർ. സോ നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറഞ്ഞു എന്നൊരു ഫീല് വരുന്നത് ഈ ഒരു സെൻറ്റർ കാരണമാണ്. പിന്നെ മൂന്നാമത്തേതാണ് തേഴ്സ്റ്റ് സെൻറ്റർ എന്ന് വെച്ചാൽ നമുക്ക് ദാഹം വരുന്നത് ഈ ഒരു സെൻറ്റർ കാരണമാണ്. പിന്നെ ഹൈപ്പോതലാമസ് നമ്മുടെ ബോഡിയുടെ തെർമോസ്റ്റാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോർമലിനേക്കാളും മുകളിൽ പോയി കഴിഞ്ഞാൽ ഹൈപ്പോതലാമസ് ഹീറ്റ് ലോസിനുള്ള ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്നു. വേറാസ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോർമലിനേക്കാളും താഴെ പോയി കഴിഞ്ഞാൽ ഹൈപ്പോതലാമസ് ഹീറ്റ് റിട്ടൻഷനുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നു. സോ നമ്മൾ ഓൾറെഡി റീജിയൻസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ പോസ്റ്റീരിയർ ഹൈപ്പോതലാമിക് ന്യൂക്ലിയസും ആന്റീരിയർ ഹൈപ്പോതലാമിക് ന്യൂക്ലിയസ് ഒക്കെയാണ് ഈ ബോഡി ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നത്. പിന്നെ ഹൈപ്പോതലാമസ് നമ്മുടെ ലിംബിക് സിസ്റ്റം. സോ ലിംബിക് സിസ്റ്റമാണ് ഇമോഷൻസുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്നത്. ഈ ലിംബിക് സിസ്റ്റവുമായിട്ട് ചേർന്നിട്ട് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ സഹായിക്കുന്നു. സോ നമ്മുടെ ദേഷ്യം, എന്താ പറയുക, സന്തോഷം, അങ്ങനത്തെ എല്ലാ ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ദെൻ ഹൈപ്പോതലാമസിലെ സുപ്രാകയസ്മാറ്റിക് ന്യൂക്ലിയസ് ആണ് നമ്മുടെ സർക്കാഡിയൻ റിതം അല്ലെങ്കിൽ സ്ലീപ്പ് വേക്ക് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ നമ്മുടെ ഹൈപ്പോതലാമസ് എന്ന ടോപ്പിക് ഇവിടെ കഴിഞ്ഞു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ ഫീഡ്ബാക്സോ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ID ഉണ്ട്, അതിൽ മെയിൽ അയച്ചാലും മതി.
സോ നിങ്ങൾക്ക് എൻ്റെ പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.